എൻ്റെ ജന്മത്തീയതിയിൽ മായം കലർത്തി എനിക്ക് സ്കൂൾ അഡ്മിഷൻ എടുത്തു തന്ന എൻ്റെ അമ്മ ഈ കലാപരിപാടി അന്നത്തെ മിക്ക അമ്മമാരും നടത്തിയിട്ടുണ്ട്. മിക്ക കുട്ടികളും ഒരുമിച്ച് അങ്ങനെ മെയ് മാസപ്പുലരിയിൽ കള്ള ജന്മം എടുത്തു. എൻ്റെ ആദ്യത്തെ സ്കൂൾ ദിനം ഒരു തടി ബെഞ്ചിലിരുന്ന് കരാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെളുത്ത സുന്ദരിയുടെ അമ്മയും എൻ്റെ അമ്മയും വലിയ പരിചയക്കാരും ഏതാണ്ടൊരു ചെറിയ ബന്ധവും ഉള്ളതിനാൽ ഈ സുന്ദരി എൻ്റെ കൂട്ടുകാരിയായി. 1-2 വർഷമല്ല, അന്ന് മുതൽ ഇന്ന് വരെ ഇണങ്ങിയും പിണങ്ങിയും. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് സ്കൂളിലേക്ക്. പിന്നെ തണുത്ത ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വേഗം തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുമത്രേ. എൻ്റെ അമ്മയുടെ കണ്ടുപിടുത്തം. അങ്ങനെ ഉച്ചയൂണ് സ്കൂളിനടുത്ത് വീടുള്ള ഈ സുന്ദരിയുടെ വീട്ടിൽ നിന്ന്. അവളുടെ അമ്മയും അച്ഛനും ചേട്ടനും എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമായി. അങ്ങനെ എനിക്ക് 2 അമ്മമാർ 2 അച്ഛന്മാർ. അന്നൊക്കെ ചെറിയ പെട്ടിയും ബാഗും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ബുക്കുകൾ അടുക്കി കൂട്ടി 2 കൈകൊണ്ട് ചേർത്ത് പിടിച്ചാണ് സ്കൂളിലോട്ടുള്ള നടത്തം. എനിക്ക് വീട്ടിൽ നിന്ന് അകമ്പടി സേവിച്ച എൻ്റെ അമ്മയോ അമ്മയുടെ ചേച്ചിയുടെ മക്കളോ സുന്ദരി കുട്ടിയുടെ വീട് വരെ കൊണ്ടാക്കും. അവിടെ താമസിച്ച് ചെല്ലുന്ന എന്നെയും കാത്ത് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന സുന്ദരിയുടെ ചിറ്റ, മായച്ചിറ്റ. അങ്ങനെ ചെറിയ കിഴുക്കും കൊണ്ട് ഞാൻ, സുന്ദരി, മായച്ചിറ്റ, ചേട്ടൻ സ്കൂളിലേക്ക് നടക്കും. 2 വീടകലമായാൽ അവിടെ നിന്ന് അംഗങ്ങൾ കൂടും. ജ്യോതി, ലിജി, മോബി, അങ്ങനെ പോകുന്ന കുറേ കൂട്ടുകാർ ഒന്നിച്ച് സംഘമായി ഒരു ജാഥ പോലെ സ്കൂളിലേക്ക്. അതെ, സുന്ദരിയുടെ പേര് പറഞ്ഞില്ലല്ലോ. പിണങ്ങിയ, ചുമ, കൊര, പിന്നെ അങ്ങനെ നീണ്ടുപോകുന്ന കുറേ പേരുകൾ ഞാനിട്ടിട്ടുള്ള എൻ്റെ കൂട്ടുകാരിയെ സുമ. കഥകൾ ഇനിയൊരിക്കലാവാം.